ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഓൾ ഗൈസ്. അപ്പോൾ നമ്മൾ താഴെ വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ താഴെ വന്നപ്പോൾ നമ്മുടെ ഒരു അടിപൊളി പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഓണക്കാലത്തിന് വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കുറേ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊന്നാണ് നമ്മുടെ ഈ പൂക്കൾ. അപ്പോൾ നമ്മുടെ ഈ പൂക്കളുടെ പേരാണ് കാട്ടുകുറിഞ്ചി. എന്താണ്? കാട്ടുകുറിഞ്ഞി പൂക്കളാണ് കേട്ടോ ഈ കാണുന്ന പൂക്കൾ. അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂക്കളാണ് ഗൈസ്, കണ്ടില്ലേ? വാവ്! നമ്മുടെ ഈ കോളാമ്പിപ്പൂ എന്നൊക്കെ ചിലർ പറയും, അതുപോലെയൊക്കെ തോന്നും, പക്ഷെ അതൊന്നും അല്ല കേട്ടോ. അപ്പം നമ്മുടെ കാട്ടുകുറിഞ്ഞിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളെല്ലാം ഉണ്ട്. ഹായ്, തേൻ കുടിക്കാൻ ഒരു തേനീച്ച വന്നിട്ടുണ്ട് ഗൈസ്. തേനീച്ച അല്ല ഇത്, വേറെ. അതാ പൂവിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങി പോന്നു. എൻ്റെ ഉള്ളിൽ തേനില്ലാന്ന്. ഏത് പൂവ് അവർ നന്നായി സെലക്ട് ചെയ്തിട്ടല്ലേ തേൻ കുടിക്കുള്ളൂ. അപ്പം നമ്മുടെ ഈ കാട്ടുകുറിഞ്ഞിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ ഈ ഇലയൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യും? വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ കുളിക്കും, നമ്മുടെ മേലുവേദനയൊക്കെ പോവാൻ. അതുപോലെ ഇതിൻ്റെ വേരും യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് ഔഷധ ഗുണം കൂടി ഉള്ള ഒരു ഫ്ലവറും ചെടിയാണ് നമ്മുടെ ഈ ഒരു കാട്ടുകുറിഞ്ഞി. അതുപോലെ തന്നെ ഓണക്കാലത്താണ് ഇതിന് ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവുക. ഓണക്കാലത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ ഓണം വരാനായി. ആഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ ഫസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഓണം എല്ലാം വരുന്നത്. അപ്പോൾ ഓണത്തിന് വരവേൽക്കാൻ കൂടിയാണ് നമ്മുടെ ഈ പൂക്കൾ വന്നിട്ടുള്ളത്. മാത്രമല്ല അപ്പോഴാണ് ഇങ്ങനെ മോസ്റ്റായി ഉണ്ടായി നിൽക്കുക. അല്ലെങ്കിൽ എന്തായിരിക്കും? ഈ ഒരു ചെടി മാത്രമായിരിക്കും. പൂക്കളും പൂമുട്ടുകളും ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ കാട്ടുകുറിഞ്ചി പൂക്കൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടോ എന്ന് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ ഫേവറേറ്റ് ആണ്. പൂക്കളത്തിലെ മെയിൻ ആളാണ് നമ്മുടെ ഈ ഫ്ലവർ.